ഹലോ ഗൈസ്, ഞാനാണ് അരുൺ ഷംസ്. വിഷുവൊക്കെ അല്ലേ, വിഷുവൊക്കെ ആയിട്ടത് അമ്പലത്തിൽ പോയപ്പോൾ ചുമ്മാ ഒരു വീഡിയോ അങ്ങ് എടുത്തത്, ചെറിയൊരു ബ്ലോഗ്. പോയപ്പോൾ വഴിയിൽ കൂടി നടന്നു പോയപ്പോൾ ഒരു ചെറിയൊരു ബ്ലോഗ് ചെയ്യാമെന്ന് ഓർത്ത് അമ്പലത്തിലോട്ട് പോകണം. ഈ അമ്പലത്തിലോട്ട് നടക്കുകയാണ് ഞാൻ. നടന്ന് പോയി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് പോയങ്ങാട്. വിഷുവൊക്കെ ആയിട്ടൊന്നും എല്ലാവർക്കും കൈനീട്ടമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ രാവിലെ. എനിക്ക് കിട്ടി രാവിലെ 100 രൂപ. അമ്പലത്തിലേക്ക് പോകണം. അമ്പലം എത്തിയിട്ട് അതിനിടയ്ക്ക് ഭയങ്കര വെയിലും, എന്താ കുടയും കൂടി എടുത്തില്ല. മുഖത്തോട്ട് വെയിലടിച്ചിട്ട് വേർത്ത് കുളിച്ചാണ് അമ്പലത്തിൽ ചെന്നത്. ഇപ്പം ആ റോഡ് വല്ലാത്ത വെയിലാണ്, നിഴൽ കണ്ടില്ലേ. ഞാൻ ആ റോഡിൻ്റെ എടുത്തോ വല്ലാണ്ട് വെയിലാണ്. ഫോണിലോട്ട് അടിച്ചിട്ട് കിട്ടാണ്ടായിരുന്നില്ല വീഡിയോ ക്ലിയറായിട്ട്. സാധനം ക്യാമറ ഒന്നും കൂടി തുടച്ചിട്ടെടുത്തു. ആ ബൈക്ക് പോണ DO പോയ വഴിയാണ് അമ്പലത്തിലോട്ടാണ്. അങ്ങോട്ട് നടക്കണതാണ് റോട്ടിലോട്ട്. മെയിൻ റോഡ് എത്തിയിട്ടില്ല. അപ്പോൾ പയ്യെ നടക്കണതാണ് മെയിൻ റോട്ടിലോട്ട്. മെയിൻ റോട്ടിലെത്തിയ വെയിൽ കണ്ടെത്തി, നിഴലാണ് എൻ്റെ. അമ്പലത്തിലേക്കുള്ള റോഡെത്തി. അമ്പലത്തിലോട്ടുള്ള റോഡെത്തി കഴിഞ്ഞത് വഴിയിലാണെങ്കിൽ കുറച്ച് മനുഷ്യനില്ല. കാറ് ഒരു DO പോയതാണ് കണ്ടത്. പിന്നെ ഒന്നും വന്നുമില്ല. പിന്നെ നടന്നു വഴിയുടെ നടുക്കൂടെ നടക്കാൻ നേരത്ത് ഒരു വണ്ടി പാഞ്ഞു. അപ്പോൾ ഇതിനെ മാറിക്കളഞ്ഞു. പിന്നെ കടകളൊന്നും തുറന്നിട്ടില്ല വിഷുവായിട്ട്. വൈകുന്നേരം എല്ലാവരും പടക്കമൊന്നും പൊട്ടിക്കല്ലേ വിഷുവായിട്ട്. ഞങ്ങളൊന്നും മേടിച്ചില്ല, പടക്കമൊന്നും മേടിച്ചില്ല ഇപ്രാവശ്യം. ഇതാണ് അമ്പലം, കൊച്ചങ്കാവ് അമ്പലം, വെണ്ണല കൊച്ചങ്കാവ് ഭഗവതി ക്ഷേത്രം. അതിൻ്റെ കിഴക്കേ സൈഡിൽ കൂടെയാണ്. അപ്പോൾ ഒരു വണ്ടി മുമ്പിലോട്ടൊന്ന് വീഡിയോ പെട്ടെന്ന് ഡൗട്ടായി പോയി. ആ വീഡിയോ താത്തി പിടിച്ചത്. ഇതാണ് അമ്പലം, ഭഗവതി ദേവി ക്ഷേത്രമാണ്. നല്ല ആളായിരുന്നു അമ്പലത്തിൽ. ആൾക്കാരൊക്കെ തൊഴിലായി പോകാനാണ്, നിറച്ച് വണ്ടി ബൈക്കുകളായിരുന്നു. ഇവിടെയാണ് ഉത്സവത്തിന് പടയണിയും അതൊക്കെ ഉണ്ട്. അവിടെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. ഇപ്പോൾ തൊഴുതപ്പണിക്ക് അമ്പലത്തിൽ നിന്ന് ശാന്തി എനിക്ക് കൈനീട്ടം തന്നു. അതിൻ്റെ വീഡിയോ കൈനീട്ടമല്ല, ഒറ്റ രൂപയുടെ നാണയത്തിൻ്റെ കൊയിനായിരുന്നു. ഇതാണ് അമ്പലത്തിൻ്റെ വീഡിയോ. തൊഴുതിറങ്ങിയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ആൾക്കാരങ്ങ് പുറത്തോട്ടങ്ങ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുവരെ ഞാൻ വീഡിയോ എടുക്കുക. ഇൻസ്റ്റാഗ്രാമിലിടാനായിട്ട് റീൽസൊക്കെ എടുക്കാൻ വീഡിയോ എടുത്തത്. ഇതാണ് 1 രൂപ ശാന്തി തന്നത്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്ത് അത് കഴിഞ്ഞ് ഞാനൊരു ചെറുതായിട്ടൊരു സെൽഫി വീഡിയോ എടുത്തത്. കണ്ട സെൽഫി വീഡിയോ വെച്ചാൽ ക്ലിയറായിട്ട് കിട്ടിയില്ല. ബോർഡിലെഴുതിയേക്കണ മേടം 1 വിഷു. ഇത് ആനപ്പന്തൽ. ഇതാണ് ആനപ്പന്തൽ. അപ്പോൾ വീട്ടിലോട്ട് പോകാനിറങ്ങിയപ്പോൾ അവിടെ അമ്പലത്തിലെ കമ്മിറ്റിക്കാർ പായസം വെക്കണം. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ആ പായസം നോക്കാനായിട്ട്. നടന്നപ്പോൾ പായസത്തിൻ്റെ അങ്ങോട്ട് ഇപ്പോൾ ഒരു വീഡിയോ എടുത്തത്. പാലടയും പരിപ്പായസം 220 രൂപ. ചെറുതുമുണ്ട് വലുതുമുണ്ട്. നല്ല 220 രൂപയാണ് വിൽക്കണുണ്ട്. ബോർഡും ഉണ്ട് അവിടെ നിന്ന് ചോദിച്ചൊന്നുമല്ല, മേടിക്കാനാണ് പൈസയും ഉണ്ടായില്ല. പായസം ആ വീട്ടിൽ ഞങ്ങൾ പായസം വെച്ച് സേമിയ, രാവിലെ സേമിയയും വെച്ച്. ആ പായസത്തിൻ്റെ അവിടെ നിന്ന് നേരെ ഞാൻ വീട്ടിലോട്ട് നടന്നു. അമ്പലത്തിൻ്റെ റോട്ടിലോട്ട് ഇറങ്ങിയപ്പോൾ ലോട്ടറിക്കാരനൊക്കെ ഉണ്ട്. ലോട്ടറിക്കാരൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ച് ഗോപുരത്തിൻ്റെ വീടെടുത്തുകൊണ്ടിരുന്നപ്പോൾ ലോട്ടറിക്കാരനോട് ഞാൻ പറഞ്ഞില്ല, അങ്ങോട്ട് പോയി. അപ്പോൾ പുള്ളിയാണെങ്കിൽ ഒരു 20 രൂപ കൈനീട്ടം തന്നു. പുള്ളിയോട് ഞാൻ ചോദിച്ചാൽ ഇതാണ് അമ്പലത്തിൻ്റെ ഗോപുര നട, കൊച്ചങ്കാവിലമ്മയുടെ ഗോപുര നട.
ഇതൊക്കെ ഞാൻ ലോട്ടറിക്കാരനോട് പറഞ്ഞു ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് തരുമെന്ന് വെച്ചു അമ്പലത്തിൽ നടന്നവന്. ആ ചേട്ടനെനിക്ക് വീഡിയോ എടുത്ത് വന്നു അമ്പലത്തിൽ നടന്നു വന്നത്. വീഡിയോ എടുത്ത് വന്നു ഇൻസ്റ്റയിൽ ഇടാനായിട്ട്. എടുത്ത് വന്ന് റോട്ടിലോട്ട് കയറുന്നത്. ഇതാണ് ആ ലോട്ടറിക്കാരൻ ചേട്ടൻ. അപ്പോൾ അത് നേരെ വീഡിയോ എടുത്തു കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ഇതാണ് എൻ്റെ വീട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതാണ് എൻ്റെ വീട്ടിലോട്ടുള്ള വഴി. ഇതാണ് മൈ ഹൗസ്. ഓക്കെ ബൈ.